വാഴ 2 മലയാള സിനിമയിൽ ഒരു പുതിയ ചരിത്രം ഇപ്പോ വാഴ 2 സിനിമ ഉണ്ടാക്കിയെടുത്തു. റീൽ ചെയ്ത് നടന്നിരുന്ന കുറച്ച് പിള്ളേരെ ലീഡിൽ കൊണ്ടുവന്ന് ഒരു പുതിയ സംവിധായകൻ ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു കുഞ്ഞു സിനിമ ചെയ്യുന്നു. ആ സിനിമ ഇപ്പോ 50 കോടിയും കടന്ന് 100 കോടിയും കടന്ന് 200 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് തൂക്കി. കേരളത്തിൽ നിന്നും 120 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കൊണ്ട് ലോകയെ ബ്രേക്ക് ചെയ്ത് ഇൻഡസ്ട്രി കഴിച്ചു. ഈ നൂറ്റാണ്ടിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ മലയാള സിനിമ ഇപ്പോ വാഴ 2 ആണ്. ഏതാണ്ട് 5 കോടിക്ക് താഴെ ഈ പടത്തിന് ബഡ്ജറ്റ് വരുത്തുള്ളൂ. പക്ഷെ കളക്ഷൻ ഇപ്പോ 200 കോടിയും കടന്നങ്ങ് പോയി. ബഡ്ജറ്റിന്റെ 50 മടങ്ങാണ് ഈ സിനിമ ലാഭം ഉണ്ടാക്കിയത്. മലയാളത്തിലൊക്കെ ഒരു പ്രതീക്ഷയില്ലാതെ ഇമാതിരി അടിയൊക്കെ അടിച്ചിട്ട് പോയ പടങ്ങളൊക്കെ വളരെ ചുരുക്കമാ. എന്തായാലും മലയാള സിനിമയ്ക്ക് വാഴ 2 ഒരു പൊൻതൂവലാണ്. മലയാളത്തിലെ ഏറ്റവും പീക്ക് ക്ലാസിക് കോമഡി എന്റർടൈനർ ആണ് ഹരിഹർ നഗർ ടീം. ഹരിഹർ നഗർ 2, ഹരിഹർ നഗർ ഇൻ ഗോസ്റ്റ് ഹൗസിൻ മൂന്നും വൻ ഹിറ്റായ പടങ്ങളാണ്. പക്ഷെ ലാസ്റ്റ് പാർട്ട് മാത്രം ജേണൽ ഷിഫ്റ്റ് ആയതുകൊണ്ടാണ് എന്തോ മറ്റു പടങ്ങൾ പോലെ അങ്ങോട്ട് അത്ര വലിയ ഹിറ്റൊന്നും ആയില്ല. ഇപ്പോ വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമയ്ക്ക് ഒരു 4ാം ഭാഗം വരാൻ പോവാണ്. ഹരിഹർ നഗർ ടീം വീണ്ടും ഒരു കംബാക്ക് അടിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോക 2025 മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റും രണ്ടാമത്തെ ഇൻഡസ്ട്രി 2 ആയിരുന്നു ലോക ചാപ്റ്റർ 1 ചന്ദ്ര. പടം കഴിഞ്ഞ കൊല്ലം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മലയാള സിനിമയിലേക്ക് പുതിയൊരു യൂണിവേഴ്സും വൻ പരിപാടികൾ ഓപ്പൺ ചെയ്തിട്ട് പോയ ഒരു 5 പാർട്ട് വരുന്ന യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമായിരുന്നു ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇനി ലോക 2 ആണ്. ലോക സിനിമയുടെ രണ്ടാമത്തെ ചാപ്റ്റർ ലോക 2 ചാത്തൻ. ടൊവിനോ തോമസ് ആണ് ലീഡിൽ വരുന്നത്. 390 ചാത്തന്മാരുടെ കഥയാണ്. വൻ പരിപാടികളാണ്. പടത്തിൽ ദുൽഖർ സൽമാനും മമ്മൂക്കയും പിന്നെ പല പുതിയ എൻട്രികൾ ഉണ്ടായിരിക്കുന്നു. അവർ ഓൾറെഡി കൺഫേം ചെയ്തതാണ്. മലയാളത്തിൽ വരാൻ പോകുന്നതിൽ വൻ ഫാൻ ബേസ് ഉള്ള വലിയ പടമാണ്. ഇപ്പോ ലോക 2 സിനിമയുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടികൾ ഇപ്പോ ആരംഭിക്കാൻ പോവാണ്. ഈ വർഷം ഓണം കഴിഞ്ഞ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2027 തന്നെ പടത്തിന്റെ റിലീസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2027 ലോക യൂണിവേഴ്സിലെ രണ്ടാമത്തെ ഇൻഡസ്ട്രിയും പ്രതീക്ഷിക്കാം. വിശ്വനാഥ് ആൻഡ് സൺസ് സൂര്യനായകനാക്കി വെങ്കിയത്തിലൂർ ഡയറക്ട് ചെയ്യുന്ന ഫീൽ ഗുഡ് പടമാണ് വിശ്വനാഥ് ആൻഡ് സൺസ്. സൂര്യയുടെ കരിയറിലെ തന്നെ ഒരു വ്യത്യസ്ത പടമാണ്. പടത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ജൂലൈയിലാണ്. ഇപ്പോ ഈ പടത്തിന്റെ റിലീസ് ഡേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ജൂലൈ 24 പടം വേൾഡ് വൈഡായി തിയേറ്ററുകളിൽ എത്തും. കറുപ്പ് മെയ് 14 വേൾഡ് വൈഡ് റിലീസിനെത്താൻ പോകുന്ന നമ്മുടെ സൂര്യപടമാണ് കറുപ്പ്. ഇതൊരു മാസ് മസാല കമർഷ്യൽ പടമാണ്. പിന്നെ ഒരു ചെറിയ ഫാന്റസി എലിമെന്റ് കൂടി ഈ പടത്തിലുണ്ട്. അങ്ങനെ പടത്തിന്റെ റിലീസ് ആവാറായി. ഇന്ന് മധുരയിൽ വെച്ച് പടത്തിന്റെ ഓഡിയോ ലോഞ്ച് ആണ്. പടത്തിൽ മൊത്തം 5 പാട്ടുകളാണ് ഉള്ളത്. അതിൽ 3 അവർ ഓൾറെഡി റിലീസ് ചെയ്തു. ഇനി 2 കൂടിയുണ്ട്. അങ്ങനെ കറുപ്പിന്റെ പരിപാടികളൊക്കെ ഗ്രാൻഡായി നടക്കുമ്പോഴും റിലീസിന്റെ കാര്യത്തിൽ ഇപ്പൊ ചെറിയ ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ പടത്തിന്റെ ഇപ്പോഴത്തെ പോസ്റ്റേഴ്സിലൊന്നും റിലീസ് ഡേറ്റ് മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് പടത്തിന്റെ റിലീസിന് വീണ്ടും എന്തെങ്കിലും ഡിലേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പടം പറഞ്ഞ ഡേറ്റിൽ തന്നെ റിലീസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ പോസ്റ്റേഴ്സിൽ റിലീസ് ഡേറ്റ് വെക്കാത്തതിന്റെ കാരണം സെൻസർ ബോർഡാണ്. ഇപ്പൊ ഒരു പടം ഇറങ്ങണമെങ്കിൽ അവർ വിചാരിക്കണം. അതുകൊണ്ട് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയതിനു ശേഷം മാത്രമേ റിലീസ് ഡേറ്റ് പോസ്റ്റേഴ്സിൽ മെൻഷൻ ചെയ്യൂ. ഇപ്പോഴത്തെ സെൻസർ നടപടികളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അറിയാലോ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും നിലവിൽ കറുപ്പിന് ഇല്ല. ജനനായകൻ ദളപതി വിജയ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ജനനായകൻ. ഈ തീരാത്ത ദുരന്തങ്ങൾക്കൊടുവിൽ പടം ലീക്കായിട്ടും റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ പടം ഇപ്പോ. ഏപ്രിൽ ഏകദേശം റിലീസൊക്കെ കൺഫേം ചെയ്തിട്ടും അതൊന്നും നടന്നില്ല. ഇപ്പോ മെയ് റിലീസ് ടാർഗറ്റ് ചെയ്യുവാണ്. ഇനി മെയിലെങ്കിലും ഈ പടം തിയേറ്ററിൽ എത്തുമെന്ന് നോക്കാം.